കൺഗ്രാജുലേഷൻസ് മിസ് ഫെലിക്സ് ജോസഫ്. താങ്ക് യു സർ. എന്നാണ് ജോയിൻ ചെയ്യുന്നത്? 2 ദിവസം മുമ്പാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. ഡിപ്പാർട്ട്മെന്റ് എന്നെ നിരപരാധിത്വം തെളിഞ്ഞ് പ്രൊമോഷനോടുകൂടി തന്നെ ജോയിൻ ചെയ്യാൻ അനുമതി കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട് സാർ. പക്ഷേ ഞാൻ ഇനി ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്നാലും എന്റെ ബേസിക് ക്യാരക്ടറിന് യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല. എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സാർ. നാട്ടിൽ എന്റെ അപ്പച്ചൻ വളരെ കഷ്ടപ്പെട്ട് കുറെ എസ്റ്റേറ്റും ഭൂസ്വത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം നോക്കി നടത്താനാണ് എന്റെ തീരുമാനം. സോ ഗുഡ് ബൈ സാർ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. മനസ്സിലായില്ല. ഞാൻ വിജയലക്ഷ്മി, വിമൻസ് സ്കൂളിലെ ലെക്ചറാണ്. ഓ, കേട്ടിട്ടുണ്ട്. നോവലിസ്റ്റ് വിജയലക്ഷ്മി. അതെ. എന്താ പ്രത്യേകിച്ച്? വല്ല കേസിന്റെ കാര്യവും? ഒരു പ്രത്യേക കേസിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഡയറി എടുത്തുകൊണ്ടുവരാം. വേണ്ട, ഡയറി ഫയലൊന്നും എടുക്കണ്ട. കോർട്ടിൽ വെച്ച് തീർക്കേണ്ട കേസല്ല ഇത്. തുറന്നു പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും ഭംഗി. എന്റെ മകൾ ശ്രീദേവിയും നിങ്ങളുടെ മകൻ രവിയും തമ്മിൽ സ്നേഹത്തിലാണ്. മോൾ അപ്പുറത്തേക്ക് വയ്ക്കൂ. അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അവനിപ്പോൾ MA പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ വിവാഹം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടികൾ തമ്മിലുള്ള അടുപ്പം നാട്ടുകാർക്കൊരു സംസാര വിഷയമാകരുത്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ. അതൊരു നല്ല കാര്യമാണ്. സരസ്വതി, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ഇപ്പൊ എനിക്കൊന്നും വേണ്ട. അങ്ങനെയല്ലല്ലോ, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആദ്യമായി വീട്ടിൽ കയറി വന്നതല്ലേ. സരസ്വതി, കാപ്പി തന്നെ ആയിക്കോട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മകൾ എന്ത് ചെയ്യുന്നു? അവൾ രവിയുടെ കോളേജിൽ BA ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. ഓ, ഹസ്ബൻഡ് ഗൾഫിലാണോ? അല്ല, ഇവിടെ ബാങ്കിലെ മാനേജരാണ്. ഐ സി. അപ്പോൾ സുഖമില്ലാതെ കിടപ്പിലായിരിക്കും. അല്ല. സാധാരണ മക്കൾക്ക് വിവാഹാലോചനയുമായി വരുന്നത് തണ്ടമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം ചെയ്യും. അല്ലാതെ മകളുടെ പ്രേമവും പറഞ്ഞ് അമ്മമാരാരും വിവാഹാലോചനയുമായി കയറി വരാറില്ല. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് ഏകദേശം എനിക്ക് മനസ്സിലായി. മിസ്റ്റർ വിശ്വനാഥ് നായർ, എന്റെ മകളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നത് നിങ്ങളുടെ മകനാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും തെറ്റല്ലെന്ന് നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് 1000 വട്ടം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു അഡ്വക്കേറ്റായി നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ നല്ലതുപോലെ അറിയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആത്മകഥ എന്ന പേരിൽ സ്വന്തം ഭർത്താവിന് തേജോധനം ചെയ്ത് നിങ്ങൾ പത്രത്തിൽ എഴുതുന്നത്. ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന വേദന ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ടറിയാം. ആ ഗതികേട് എന്റെ മകനുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാപ്പി കുടിക്കാൻ മറന്നു.
കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു. വിജയലക്ഷ്മിയുടെ അപ്രോച്ച് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അല്പം മുഷിഞ്ഞ് തന്നെ സംസാരിക്കേണ്ടി വന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ അതിര് കിടക്കുന്നത് എന്തായാലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. യെസ് യെസ്, നൗ യു ആർ ഔട്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നല്ലതുപോലെ അറിയാം. വേണുവിന് വിഷമം തോന്നരുത്. നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മമ്മി എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. മോളോടൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. നമുക്ക് രവിയുമായുള്ള ആ ബന്ധം വേണ്ട. മമ്മി. അതെ കുട്ടി, ആ വിവാഹം നടക്കില്ല. രവിയുടെ അച്ഛൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. രവിയേട്ടനില്ലാതെ നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം മോളെ. പക്ഷേ ഇനി സ്വന്തമായൊരു തീരുമാനം എടുക്കേണ്ടത് രവിയാണ്. രവിയേട്ടന്റെ ഡാഡി എന്തു പറഞ്ഞു മമ്മി? രവിയുടെ ഡാഡി അന്തസ്സില്ലാത്ത മനുഷ്യൻ. ആദ്യം സ്വന്തം അന്തസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം അന്യരുടെ അന്തസ്സിനെ കുറിച്ച് പറയാൻ. അന്തസ്സിനെ കുറിച്ച് എന്നെ ആരും പഠിപ്പിക്കണ്ട. അന്തസ്സുള്ള കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. നിങ്ങൾക്കും അതുണ്ടാകേണ്ടതായിരുന്നു. അന്തസ് ആ വിശ്വനാഥ മേനോൻ എന്റെ മുഖത്ത് നോക്കി വരുന്ന ചോദിച്ചപ്പോ തൊലി ഉരിയായിരുന്നു. ശ്രീനോയ്ക്ക് വിവാഹം ആലോചിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ എന്തിനാ അവിടെ പോയത്? അവൾ എന്റെ മകളായതുകൊണ്ട്. എന്റെ മകളോ? കുട്ടികളുടെ പേരിൽ അമ്മയ്ക്കുള്ള അത്ര തന്നെ അവകാശം അച്ഛനുമുണ്ട്. അച്ഛനെന്ന് അവകാശപ്പെടുന്ന പുരുഷന് ഒരു നിമിഷത്തിന്റെ അവകാശമേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്കതല്ല. ഗർഭം ധരിച്ചെന്നറിയുന്ന ആ നിമിഷം മുതൽ 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള എല്ലാ വേദനകളും അമ്മയ്ക്കാണ്. മാതൃത്വത്തെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് ഒരു അവകാശമില്ല. പ്രസവിച്ചുകൊണ്ട് എന്നിട്ട് മാതൃത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കൂടണ്ട. ഞാനിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അന്നേ ഞാൻ പറഞ്ഞതാ ഇത് വേണ്ടെന്ന്. അന്ന് എനിക്ക് പത്രത്തിൽ സർക്കുലേഷൻ ആയിരുന്നു വലുത്. ഇപ്പൊ എന്തായി? പത്രം കയറ്റി ആ കുട്ടന്റെ കുടുംബം നീ കൊളന്നുകൊണ്ടില്ലേ? നിങ്ങൾ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ഞാനൊരു പത്രത്തിന്റെ എഡിറ്ററാ. ഒരു എഡിറ്ററുടെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയാവടി. നന്നായിട്ട് എഴുതുന്ന കുടുംബങ്ങളെ കഴുത്തെ കത്തിവെക്കുന്നതല്ലേ എഡിറ്റിങ്. അവിടെ അമ്മയുടെ തേങ്ങ. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. അമ്മയ്ക്ക് പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആത്മകഥ എഴുതുന്ന വിജയലക്ഷ്മിക്ക് പരാതിയില്ല. അത് വായിക്കുന്ന നാട്ടുകാർക്ക് നിങ്ങൾക്കോ ഇളക്കം. അല്ലെങ്കിലും അമ്മയെ തല്ലിയാലും കാണുമല്ലോ 2 വർഷം. അമ്മയെ തല്ലാൻ പാടില്ലടി. അതിങ്ങനെ നിനക്ക് അമ്മയുടെ മുഖത്ത് അറിയാൻ പാടില്ലല്ലോ. ആ കുട്ടന്റെ മുഖം കാണുമ്പോഴാ വിഷമം. ഓരോരുത്തരും അയാളുടെ മുഖത്ത് നോക്കി ഓരോന്ന് ചോദിക്കാൻ ഞാനാ കേൾക്കുന്നത്. ഭാരതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അടുത്ത ലക്കം മുതൽ ആ ആത്മകഥ നീ പ്രസിദ്ധീകരിക്കരുത്. കുട്ടന്റെ കാര്യം പോട്ടെ, ആ സീതയുടെ കാര്യം നീ ഓർത്ത് നോക്കിയേ. അവളുടെ അമ്മയ്ക്കോ നിനക്കോ പ്രയാസം അല്ലെങ്കിൽ എനിക്കും കുട്ടനുണ്ടീ. എടീ, ഭാര്യ എന്ന് പറഞ്ഞാല് പുരുഷന്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടവളാ.
പുരുഷന്റെ വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്ന അവന്റെ ഇഷ്ടത്തിനൊത്ത് വളയ്ക്കാനാ. നിന്നെ പോലുള്ളവളൊക്കെ നിലയ്ക്ക് നിർത്താൻ അവസാന കൈ തന്നെ പ്രയോഗിക്കണം. നല്ല ചുട്ട അടി. അടി കൊണ്ടാ മെരുങ്ങാത്ത ഒരു ഭാര്യയില്ലടി ചൂലെ. ശ്രീദേവിയുടെ മമ്മി എന്റെ ഡാഡിയെ കാണാൻ വീട്ടിലേക്ക് വരരുതായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കും രവേട്ടന്റെ ഡാഡി മമ്മിയെ വളരെ ഇൻസൾട്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്നെയും ഡാഡി ഒരുപാട് വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിൽ കാണരുതെന്നാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത്. രവേട്ടാ, എല്ലാത്തിനും കാരണം നിന്റെ മമ്മിയുടെ ആത്മകഥ എഴുത്താണ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മകളെ വിവാഹം കഴിച്ചാൽ എനിക്കും നിന്റെ ഡാഡിയുടെ അനുഭവമായിരിക്കുമെന്നാണ് വീട്ടിൽ പറയുന്നത്. എന്റെ മമ്മിയുടെ സാഹിത്യ സൃഷ്ടികളെ കുറിച്ച് എന്നോട് അഭിനന്ദിച്ച് പറഞ്ഞിട്ടുള്ള രവേട്ടനാണ് ഈ പറയുന്നത്. കഥയിലും നോവലിലും കാണുന്നതല്ലല്ലോ ജീവിതം. രവേട്ടൻ കൂടി ഇങ്ങനെ പറഞ്ഞാൽ. ശ്രീദേവി, ഞാൻ ഒന്ന് പറയാം. ഇനിയെങ്കിലും നിന്റെ മമ്മിയെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞ എന്റെ മമ്മി കേൾക്കുമെന്ന് രവേട്ടന് തോന്നുന്നുണ്ടോ? കേൾക്കണം. സ്വന്തം മകളുടെ ഭാവിയിൽ താല്പര്യമുണ്ടെങ്കിൽ കേട്ടേ തീരൂ. ശ്രീദേവി, വീട്ടുകാരെ ഉപേക്ഷിച്ച് നിന്നെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഇന്നോ നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ലോ. ഇന്നത്തെ നിലയ്ക്ക് എനിക്ക് എന്റെ അച്ഛനമ്മമാരെ അനുസരിക്കേ നിവൃത്തിയുള്ളൂ. ശ്രീദേവി, എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോളൂ, കൊന്നോളൂ. എന്നാലും ഇനി ഇത് എഴുതാൻ ഞാൻ അനുവദിക്കില്ല. മമ്മിക്കും ഡാഡിക്കും പരസ്പരം പൊരുത്തപ്പെടാനാവാതെ വർഷങ്ങളോളം ജീവിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എനിക്കതിന് കഴിയില്ല. എനിക്കൊരു ജീവിതം വേണം. അതിന് നിനക്കിപ്പോ എന്ത് സംഭവിച്ചു? എന്നെ സ്നേഹിക്കുന്ന പുരുഷൻ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ മമ്മിയുടെ ആത്മഹത്യ എഴുത്ത് നിർത്തണം. നിന്റെ കാമുകന്റെ കൽപ്പനയായിരിക്കും. കൽപ്പനയല്ല, അഭ്യർത്ഥനയാണ്. ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷൻ ആദ്യം വേണ്ടത് നട്ടല്ലാണ്. അതില്ലാത്തവരാണ് അച്ഛന്റെയും അമ്മയുടെയും ബയോഗ്രഫി അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നതിലേ തെറ്റുള്ളൂ. എന്നാലും മമ്മിക്കത് നിർത്താനാവില്ല അല്ലേ? നിന്റെ ഡാഡി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചിട്ടില്ല. പിന്നെയല്ലേ നിന്റെ ഇന്നലെ പൊട്ടി വീണ കാമുകൻ. എന്റെ ഡാഡി മമ്മിയോട് എന്ത് അപരാധമാണ് ചെയ്തത്? ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും മമ്മി അതിന് മറുപടി തന്നിട്ടില്ല. ഇന്ന് എനിക്കത് അറിയണം. പറയൂ മമ്മി. വേണ്ട, നീ അതറിയണ്ട. എനിക്കത് അറിയണം. എന്നെങ്കിലും ഞാനൊരു ഭാര്യയാവണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും എനിക്കത് അറിഞ്ഞേ പറ്റൂ. പറയൂ മമ്മി. നീ പറഞ്ഞത് ശരിയാണ് മോളെ. ഒരമ്മയുടെ ഇന്നലകൾ മകളോട് പറയാൻ വിഷമമുണ്ടെങ്കിലും എന്റെ മകൾക്ക് എന്റെ അനുഭവം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം മോളെ, എല്ലാം പറയാം. ഞാൻ എഴുതിയ ആത്മകഥയുടെ എല്ലാ ലക്കവും ഒരു പക്ഷെ നീ വായിച്ചിട്ടുണ്ടാവും. എന്റെ ഹൃദയരക്തം കൊണ്ട് കുത്തിക്കുറിക്കപ്പെട്ട എന്റെ ആത്മാവിന്റെ നൊമ്പരങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. വാചകങ്ങളുടെ അലങ്കാരത്തിന് വേണ്ടി എന്തെങ്കിലും നുറങ്ങുവാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നല്ലാതെ സത്യമല്ലാത്തതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അതിൽ ഉണ്ണി എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാനും ഉണ്ണിയും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്.